റേഷൻ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടതിൽ വിശദീകരണവുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ. സംസ്ഥാന IT മിഷന്റെ സെർവറിലുണ്ടായ തകരാറാണ് ഇന്ന് മസ്റ്ററിംഗ് മുടങ്ങാൻ കാരണം. നാളെയും മറ്റന്നാളും മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്താം. മസ്റ്ററിംഗിന് വരുന്ന മഞ്ഞക്കാർഡ് ഉടമകൾക്ക് അരിയും നൽകും. ബാക്കിയുള്ളവർക്ക് മസ്റ്ററിംഗിനായി മറ്റൊരു ദിവസം അവസരം നൽകുമെന്നും GR അനിൽ പറഞ്ഞു. സ്റ്റേറ്റ് IT മിഷന്റെ സെർവറിലുണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് ഇന്നുണ്ടായ തടസ്സം എന്ന് വിലയിരുത്തുകയും പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നാളെയും മറ്റന്നാളും ഞായറാഴ്ച അവധിയാണെങ്കിൽ പോലും മഞ്ഞ കാർഡുകാർക്ക് മാത്രമായിരിക്കും മസ്റ്ററിംഗ്. മഞ്ഞ കാർഡുകാർ മസ്റ്ററിങ്ങിന് വരുന്നവർക്ക് നാളെയും മറ്റന്നാളും അവർക്ക് അരി കൂടി റേഷൻ ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ സൗകര്യമുണ്ടാകും. മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കാതിരിക്കാൻ റേഷൻ വ്യാപാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഈ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടതിൽ മന്ത്രിയുടെ വിശദീകരണം വരുന്നുണ്ട്, പക്ഷേ വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ മഞ്ഞക്കാർഡ് ഉടമകൾക്കാണ് അടുത്ത ദിവസം മസ്റ്ററിംഗിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക. മറ്റ് കാർഡ് ഉടമകൾക്ക് എപ്പോഴായിരിക്കും മസ്റ്ററിംഗ് നടത്താൻ സൗകര്യമുണ്ടാവുക? അതേ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ മന്ത്രി പങ്കുവയ്ക്കുന്നുണ്ടോ? പ്രവിധ, നമുക്കറിയുന്നത് പോലെ തന്നെ ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് ഈ റേഷൻ കടകളിലും അതുപോലെ തന്നെ ഈ മസ്റ്ററിംഗ് നടത്തുന്ന ഇടങ്ങളിലൊക്കെ എത്തുന്നവർ നേരിടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഇന്ന് രാവിലെ മുതൽ ഈ മഞ്ഞക്കാർഡ് ഉൾപ്പെടെയുള്ള ചുവപ്പ് കാർഡ് ഉൾപ്പെടെയുള്ളവരുടെ മസ്റ്ററിംഗ് നടക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെ രാവിലെ മന്ത്രി ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു. അന്ന് ആ സമയം മന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയൊരു കാര്യം, ഇന്നിപ്പോൾ ഈ പിങ്ക് കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്തുന്നില്ല, അതൊഴിവാക്കി. പകരം മഞ്ഞക്കാർഡുകാർ വൈകിട്ട് വരെ മസ്റ്ററിംഗ് നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ മഞ്ഞക്കാർഡുകാർക്കും അതിൽ ഭൂരിഭാഗം പേർക്കും മസ്റ്ററിംഗ് നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ മന്ത്രി ഉൾപ്പെടെ പറയുന്നത്. അതിൻ്റെ കാരണം വ്യക്തമാക്കുന്നത് ഈ 2-3 യോഗങ്ങൾ ഇതിനിടയിൽ നടന്നു. ആ യോഗങ്ങളിൽ മനസ്സിലാക്കിയത് സ്റ്റേറ്റ് IT മിഷന്റെ സെർവറിലുണ്ടായ തകരാറാണ് ഇതിന് കാരണം എന്നുള്ളതാണ് മന്ത്രിയും അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പും വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നു. ജനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ബുദ്ധിമുട്ട് നേരിടുന്നു. അതിന് മന്ത്രി നൽകുന്നൊരു വിശദീകരണം, അത്തരത്തിലൊരു ബുദ്ധിമുട്ടും ജനങ്ങൾ നേരിടേണ്ടി വരില്ല. ഇനിയിപ്പോൾ കിടപ്പ് രോഗികളാണെങ്കിൽ പോലും അവരുടെ വീടുകളിൽ പോയി മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. കുറച്ചുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതെന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇതിനൊരു പരിഹാരമായി അടുത്ത ഘട്ടത്തിലേക്ക് സർക്കാർ പോകുന്നത് നാളെയും മറ്റന്നാളും മഞ്ഞക്കാർഡുകൾക്ക് മാത്രം മസ്റ്ററിംഗ് നടത്തും എന്നുള്ളതാണ്. അത് ഈ സെർവറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായാണ് അത് നടത്തുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ നാളെയും മറ്റന്നാളും മസ്റ്ററിംഗ് നടത്താനായി വരുന്ന ആളുകൾക്ക് അരി വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കുമെന്നുള്ളത് കൂടി പറയുന്നു. പകരം ഈ പിങ്ക് കാർഡ് ഉടമകളോ അല്ലെങ്കിൽ മറ്റ് ഒരു കാർഡുകൾക്കും തന്നെ നാളെയും മറ്റന്നാളും ഈ അരി വിതരണം നടത്തുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ സെർവർ തകരാറുകൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നത്. നിലവിലുള്ള പ്രശ്നം ഇന്ന് വൈകിട്ടോടുകൂടി പരിഹരിച്ച് നാളെ മുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നാളത്തെയും മറ്റന്നാളത്തെയും സ്ഥിതി കൂടി കണക്കിലെടുത്താകും മറ്റ് കാർഡ് ഉടമകൾക്ക് എന്നത്തേക്ക് ഈ ദിവസം നിശ്ചയിക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. പ്രവിധ, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.